ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് HIV കുറിച്ചാണ്. ഈ HIV കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പിന്തുടരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോയിലെ കമൻസുകൾ അല്ലെങ്കിൽ വീഡിയോയിലെ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കമൻസുകൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ലൈക്കും ചെയ്യാൻ മറക്കണ്ട. പിന്നെ മുഖ്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും വീഡിയോസ് കാണാതെ അത് റിക്വസ്റ്റാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് HIV കുറിച്ചിട്ടാണ്. നമ്മളിന്ന് നമ്മുടെ മക്കൾക്ക് ഒരു 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു 10-25 വയസ്സ് കഴിയുമ്പോഴെങ്കിലും നമ്മുടെയൊക്കെ നെഞ്ചത്ത് തീയായിരിക്കും. പെട്ടെന്ന് നമ്മുടെ മക്കളെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക. ആണായാലും പെണ്ണായാലും മക്കൾക്കൊരു ഭാവി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ഭാവി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മക്കൾ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അവർ സമ്പന്നരാണോ എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ HIV കുറിച്ചിട്ടാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് HIV ടെസ്റ്റ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സന്മനസ്സ് കാണിക്കുന്നവരാണോ, സന്മനസ്സ് കാണിക്കുന്ന മാതാപിതാക്കളാണോ, അല്ലെങ്കിൽ വധൂവരന്മാരായിട്ട് ഇറങ്ങുന്ന ചെക്കനും പെണ്ണും എനിക്ക് HIV ഉണ്ടോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണോ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ അയക്കാൻ നിങ്ങൾ മാതാപിതാക്കൾ ശ്രമിക്കുന്നത്? ഒരിക്കലുമല്ല. ആരും അതിനൊരു മനസ്സ് കാണിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ കേരളം ഭയങ്കര വിദ്യാസമ്പന്നമായ ഒരു നാടാണ്, രാജ്യമാണ് എന്നൊക്കെയാണ് എൻ്റെ അറിവ്. പക്ഷേ ഒരു കാര്യം പറയാം, വിദ്യാസമ്പന്നത അല്ലെങ്കിൽ വിദ്യയുടെ ഒരു നഷ്ടം, നമുക്ക് വിദ്യാസമ്പന്നമായ ഒരു നാടാണെന്ന് പറയാൻ പറ്റുന്ന, ശരിക്കും പറഞ്ഞാൽ നാണിക്കേണ്ട ഒരു സമ്പ്രദായം കൂടിയാണിത്. ശരിക്കും നമ്മുടെ മക്കൾക്ക് ഒരു ദാമ്പത്യ ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അവർ സമ്പന്നരാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരെ പരിപൂർണമായിട്ട് അവരുടെ ആരോഗ്യനില നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് പറയാൻ അനുഭവം ഗുരു എന്നൊക്കെ ഇല്ലേ, തത്വമസി എന്നും പറയാം. അപ്പോൾ അത് പറയാൻ കാരണം ഞാനും അതിലൂടെ വന്ന ഒരു ജീവിതത്തിൻ്റെ തുടക്കക്കാരിയാണ്. കാരണം എനിക്ക് 17 വയസ്സ് കഴിഞ്ഞപ്പോഴേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഭാരമായിട്ട് തോന്നി എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചു. പ്രേമിക്കാനൊന്നും സമയം തന്നതുമില്ല. അന്ന് ആ സമയത്തിന് ആ ഒരു പ്രായത്തിന് എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു അറിവ് ഉണ്ടായിട്ടുമില്ല. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിനുള്ള ഒരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയ്ക്കും 17 വയസ്സ് കഴിഞ്ഞ മകളെ 18 വയസ്സ് തേപ്പിച്ചുകൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്നൊക്കെ ഭയങ്കര ആദ്യമായിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾ തന്നെ TB എന്ന അസുഖമുണ്ടായിരുന്നു. അയാൾ ചെറുപ്പത്തിൽ തന്നെ അയാൾക്ക് TB എന്ന അസുഖം ഉണ്ടാവുകയും അയാളുടെ അച്ഛന് ക്യാൻസർ എന്ന അസുഖം ഉണ്ടായിട്ടാണ് അയാളുടെ അച്ഛൻ മരണപ്പെടുകയും, അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ചെറുപ്പത്തിൽ തന്നെ നല്ല മദ്യമൊക്കെ ഉണ്ടായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് TB എന്ന അസുഖം കൂടെ ഉണ്ടായിരുന്നു, ക്ഷയരോഗം എന്ന അസുഖം കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം, 5-6 വർഷത്തെ ജീവിതത്തിന് ശേഷം പുള്ളിക്ക് ക്യാൻസർ എന്ന മഹാരോഗത്തിന് അടിമയാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതിലൂടെ നഷ്ടമായ ഒരു ജീവിതസഖി കൂടിയാണ് ഞാൻ. അപ്പോൾ അത് മാത്രമല്ല, ഇതുപോലുള്ള ദുർഘടമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് ആ ഒരു ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷുകളെല്ലാം കൊണ്ടുപോയി ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വിവാഹം എന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോയി നമ്മളെല്ലാം കൊണ്ട് കുഴിച്ചു മൂടുകയാണ്. ആ കുഴിച്ചു മൂടുന്ന അല്ലെങ്കിൽ ആ ചിലവാക്കി കളയുന്ന ആ സമയത്ത് നിങ്ങൾ നിസ്സാര ഒരു ടെസ്റ്റിന് ആണിൻ്റെ വീട്ടുകാരായാലും പെണ്ണിൻ്റെ വീട്ടുകാരനായാലും ഹെൽത്തി ആയിട്ട്, ഇപ്പോൾ എയ്ഡ്സ് തന്നെ വേണമെന്നില്ല, എയ്ഡ്സ് എന്ന രോഗം പോലെ തന്നെയാണ് മറ്റുള്ള വ്യാധികളും, അത് മുഖ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ദാമ്പത്യ ജീവിതം ജീവിക്കുവാൻ അവർ പരിപൂർണമായിട്ട് ആരോഗ്യവതികളാണോ, ആരോഗ്യവാന്മാരോ ആണോ എന്ന് അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് കെട്ടിപ്പടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഘടകം. അത് ചെയ്യാൻ തയ്യാറാകുന്ന ഏത് മാതാപിതാക്കളാണെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താവോ? എയ്ഡ്സ് എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത എന്ന് വെച്ചാൽ സെക്സ് പരമായിട്ട് അല്ലെങ്കിൽ സെക്സ് ചെയ്തിട്ട് വരുന്ന ഒരു വ്യാപകമായ ഒരു വ്യാധിയാണ് എയ്ഡ്സ് എന്നാണ് എല്ലാവരുടെയും തെറ്റായ ചിന്ത. ശരിയാണ്, സെക്സിലൂടെ പകരാൻ ഒരുപാട് ചാൻസുകൾ കൂടുതലുണ്ട്.
ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അതിലുപരി ഇന്ന് കൈക്കുഞ്ഞുങ്ങൾക്ക് വരെ ഈ എയ്ഡ്സ് എന്ന രോഗം വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലാണ് കൂടുതൽ എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ളതെന്നാണ് എൻ്റെ ഒരറിവ്. അതെന്തുകൊണ്ടാണ്? അവരെ കുഞ്ഞു കുട്ടികൾ, മുലകുടി പോലും മാറാത്ത കുട്ടികൾ സെക്സ് ചെയ്യുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ മാറി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന സിറിഞ്ചുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മെഡിസിൻസുകളോ കൊണ്ടൊക്കെ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ട് നമുക്ക് മാറി വരാവുന്ന ഒരു രോഗം കൂടിയാണ് ഈ എയ്ഡ്സ് രോഗം പോസിറ്റീവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഞാൻ പുറത്ത് പറയാൻ പറ്റാത്ത മാരകമായ രോഗത്തിൻ്റെ ഒരു അടിമയാണ്, അല്ലെങ്കിൽ ഞാൻ എയ്ഡ്സ് അല്ലെങ്കിൽ ഞാൻ സെക്സ് പരമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, പക്ഷേ എന്നെ ഇനി നാട്ടുകാരറിഞ്ഞാൽ ഞാൻ സെക്സിന് അടിമയെന്നല്ലേ ചിന്തിക്കൂ. തെറ്റായ ആ ഒരു ചിന്ത അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുത്ത് കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് കല്യാണം കഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരാഴ്ചക്കാലം മുഴുവൻ ജോലി ചെയ്ത ക്യാഷ് മുഴുവൻ കൊണ്ട് ചിലവാക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾ ആരോഗ്യവാന്മാരാണോ ആരോഗ്യവതികളാണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്ന മരുമകനാകട്ടെ, ഇങ്ങോട്ടേക്ക് എടുക്കുന്ന മരുമകളാകട്ടെ, അങ്ങോട്ടേക്ക് കൊടുക്കുന്ന മോനാവട്ടെ, അങ്ങോട്ടേക്ക് കൊടുക്കുന്ന മകളാവട്ടെ, ആരായിരുന്നാലും ഹെൽത്ത് പരമായിട്ടൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ദാമ്പത്യ ജീവിതം പടുത്തുയർത്തി കൊടുക്കുവാൻ സന്നദ്ധരാകുക. മാതാപിതാക്കൾ സന്നദ്ധരായില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന വധൂവരന്മാർ അതിന് തയ്യാറായിക്കൊണ്ട് ജീവിത പങ്കാളിയായിട്ട് ആയുഷ്കാലം ജീവിക്കാനുള്ള ജീവിത പങ്കാളി ചതിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.